ഹലോ ഗീസ് ഗീത കൗമുദിയുടെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മുടെ വരുൺ പറയാണ്, എന്നാലും പ്ലാൻ എന്താണെന്ന് അമ്മയൊന്ന് പറ, എന്നാൽ അത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ എനിക്കും അതനുസരിച്ച് കളിക്കാമല്ലോ എന്ന് പറയുവാണ്. അപ്പോൾ പറയും, അവളുടെ അസുഖത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വിട്ടേക്കുന്നത്, ആ പ്ലാസ്റ്റിക് അനീമിയയുടെ കാര്യം. അതറിയുമ്പോഴത്തേക്കും അവൾക്ക് തന്നെ തോന്നും ഗോവിന്ദൻ അവളോട് സ്നേഹം കൊണ്ടല്ല അവളെ ഇവിടെ നിർത്തിയേക്കുന്നത്, സെൻറ്റിമെൻറ്റ്സ് കൊണ്ടാണ് നമുക്ക് തോന്നും. ആ സെൻറ്റിമെൻറ്റ്സ് കൊണ്ടാണെന്നുള്ള തോന്നൽ കൊണ്ട് അവൾ ഇവിടെ ഒത്തിരി നാൾ നിൽക്കുകയല്ല, പെട്ടെന്ന് ഇവിടുന്ന് പെട്ടിയെടുത്ത് പാക്ക് ചെയ്ത് പൊക്കോളും എന്ന് പറയുകയാണ്. പിന്നെ ചോദിക്കുവാണ് രാധികമ്മ, ഗീതും ഗോവിന്ദും എവിടെയെന്ന് ചോദിക്കും. പറയും, അവർ എവിടെയില്ല, ഈ സമയം തന്നെ അമ്മയെ പറയാൻ പറ്റിയത്, ഗീതുവിൻ്റെ പ്രഗ്നൻസിയുടെ എന്തോ ടെസ്റ്റ് ചെയ്യാൻ പോയതാണെന്ന് തോന്നുന്നതെന്ന് രേഖ പറഞ്ഞതെന്ന് പറയും കേട്ടോ. പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലിലെ സീനുകളാണ്. ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ വിലാസിനിയുടെ സർജറി കഴിഞ്ഞു, സക്സസ് ആയിരുന്നു, നാളെ രാവിലെ കയറി കാണാം എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗീതുവിന് സന്തോഷമാണ്. എന്നാലും ചെറിയ ടെൻഷനുണ്ട്. ഗോവിന്ദനോട് ചോദിക്കും, ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ, ഇനിയിപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കെന്നൊക്കെ ചോദിക്കും. ഗോവിന്ദ് പറയും, അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല, ഇപ്പം കണ്ടില്ലേ എല്ലാം നല്ലതുപോലെയല്ലേ വന്നത്, നീ സമാധാനപ്പെടും, നമുക്ക് നാളെ രാവിലെ വന്ന് എന്തായാലും അമ്മയെ കാണാം എന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന പ്രിയായിട്ട് വഴക്കിയിട്ട് നമ്മുടെ കാഞ്ചനക്ക കൊണ്ട് നമ്മുടെ രഞ്ജുവിന് റൂം കാണിച്ചു കൊടുക്കുന്ന ഒരു അടച്ചു പൂട്ടിയ ഒരു മുറിയാണ് കേട്ടോ. മുറിക്കകത്ത് വെളിച്ചവും ഇല്ല, ലൈറ്റും ഇല്ല, ഭയങ്കര പൊടിയും ഒരു സ്മെല്ലും ഒക്കെ. അപ്പോഴത്തേക്കും നമ്മുടെ കാഞ്ചനാക്ക പറയുന്നുണ്ട്, ഇതാ ഇവിടുത്തെ ഏറ്റവും വലിയ മുറി എന്ന് പറയുമ്പോഴത്തേക്കും രഞ്ജു ചോദിക്കുന്നുണ്ട്, മോളി 2 മുറി ഉണ്ടല്ലോ എന്ന് പറയും, അതിലധികമമ്മി അടച്ചിട്ടേക്കുന്നതല്ലേ, അതിൻ്റെ അകത്ത് ആവിയുണ്ട്, പ്രേതമുണ്ട്, ഒന്ന് ഗോവിന്ദ് സാറിൻ്റെ അച്ഛൻ്റെ പ്രേതവും മറ്റേത് ഗോവിന്ദ് സാറിൻ്റെ അമ്മയുടെ പ്രേതവും എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ രഞ്ജു ഒന്ന് ഞെട്ടുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാഞ്ചനൊക്കെ പയ്യെ പറയാണ്, ഇവിടെ ഒരാൾക്ക് അസുഖമുണ്ട്, അത് தெரியுமா എന്നൊക്കെ ചോദിച്ചിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ പക്ഷേ പുള്ളിക്കാരിക്ക് അപ്ലാസ്റ്റിക് അനീമിയ എന്നുള്ളത് മാറിപ്പോയിട്ട് പുള്ളിക്കാരി പറയുന്ന പ്ലാസ്റ്റിക് അമോണിയ എന്നാണ് കേട്ടോ. ഇത് കേട്ടുകൊണ്ട് ഗീതു പെട്ടെന്ന് കയറി വരുവേ. ഗീതു പറയും, ഇങ്ങനെ വന്നേ, ഞാൻ കൂട്ടിക്കൊണ്ട് പോട്ടെ, മുറിയുടെ കാര്യം ഇപ്പം ശരിയാക്കാം കേട്ടോ രഞ്ജു എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ്. കാഞ്ചനാനെ താഴോട്ട് കൊണ്ടുപോയിട്ട് ചോദിക്കും, നിങ്ങളിപ്പോൾ എന്താ പറയാൻ വന്നേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഹാളിലോട്ട് മാറ്റി നിർത്തിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് ഇതൊക്കെ കണ്ട് രേഖ വരുന്നുണ്ട്. എന്നിട്ട് രേഖയോട് നമ്മുടെ ഗീതു പറയുന്നുണ്ട്, ഇവിടെ രഞ്ജുയുടെ അസുഖത്തിന് കാര്യം രഞ്ജുവിനോട് പറയാൻ വേണ്ടി പോവാന്ന് പറയുമ്പോഴത്തേക്കും രഞ്ജു ചോദിക്കുന്നുണ്ട്, അതെയോ എന്നിങ്ങനെ പറയുമ്പോഴേ, അത് രാധികമാമി പറഞ്ഞതാ എന്ന് പറയും. ഗീതു പറയും, ഞാൻ മുട്ടുകാല് കയറ്റി തരും എന്ന് പറയും കേട്ടോ. ആ സമയത്ത് ഇതിനെന്തോ സംശയം തോന്നി രഞ്ജു താഴോട്ട് വരും കേട്ടോ. രഞ്ജു താഴെ വന്നിട്ട് ചോദിക്കും, എന്ത് പറ്റി, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ രേഖ പറയും, അല്ല ഈ അമോണിയൊക്കെ കഴിച്ചപ്പോൾ മീനൊരു അസുഖം വരുന്നുണ്ട്, അത് കഴിച്ച മീനിന് അസുഖം വരുന്നത്, അത് കഴിക്കുന്ന മനുഷ്യർക്കും അസുഖം വരുമെന്ന് പറയുമ്പോൾ കഞ്ഞിന് പറയും, അത് നേരെ ഞാൻ അതുകൊണ്ടിപ്പോൾ ഫ്രഷ് മീൻ മാത്രമേ ഇവിടെ മേടിക്കാറുള്ളൂ എന്ന് പറയും കേട്ടോ. ആ സമയത്ത് അപ്പം രഞ്ജു പറയും, ഓക്കെ അമോണിയ ഇട്ട മീൻ എനിക്ക് മനസ്സിലാവും, പക്ഷേ ഈ പ്ലാസ്റ്റിക് എന്താ പ്രശ്നം എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രഞ്ജുവിനോട് ഗീതു പറയാണ്, അതെന്താന്ന് നീ കാഞ്ചനോട് തന്നെ ചോദിക്കുക, കാഞ്ചനയിലെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ഇങ്ങനെ കാഞ്ചനോട് പറഞ്ഞു കൊടുക്കുക കാഞ്ചനയെന്ന് പറയും. അതല്ല, ഈ കടലിലും തോട്ടിലൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിട്ടേ ആ പ്ലാസ്റ്റിക്കും അമോണിയൊക്കെ കുത്തിവെച്ച മീനാണ് വരുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് ഗോവിന്ദ് വരുവാണ്. ഗോവിന്ദിന് പക്ഷേ ഇതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഗോവിന്ദൊക്കെ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, എൻ്റെ റൂം ഇതുവരെ ശരിയായിട്ടില്ല, ഗോവിന്ദേട്ടൻ്റെ അമ്മ മരിച്ചു പോയി എന്നാണ് പറയുന്നത്, ജീവിച്ചിരിക്കുന്ന ആളെങ്ങനെയാണ് മരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗോവിന്ദ് ചെറുതായിട്ടൊന്ന് ഞെട്ടുവാണ് കേട്ടോ. ഗീതു ഇതൊക്കെ കേൾക്കുന്നുണ്ട്, ജീവിച്ചിരിപ്പുണ്ടെന്ന് ഗീതുവിന് മനസ്സിലാവുമോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഗീതുവിന് ഓൾറെഡി എല്ലാം അറിയാവുന്നതുകൊണ്ട് ഗീതു ഒരുപാട് എക്സ്പ്രഷൻ ഒന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ മറ്റേ മുറിയിൽ അച്ഛൻ മരിച്ചൊരു അച്ഛൻ്റെ ആവിയുണ്ടെന്നാണ് പറയുന്നതെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും കാഞ്ചന ഇത് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും കാഞ്ചന പറയും, എന്നോട് ഇത് രാധികമാമിയാണ് പറഞ്ഞതെന്ന് പറയും കേട്ടോ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയ അതിലേക്കൂടെ കയറി വരും. പ്രിയ വന്നിട്ട് പറയും, എൻ്റെ മുറി എന്തായാലും ഞാൻ കൊടുക്കുകയില്ല, ഞാനിവിടുന്ന് പോയപ്പം വിട്ട് നിന്നപ്പോഴത്തേക്കും അത് കുറച്ച് നാളത്തേക്ക് ചിലവരൊക്കെ സ്വന്തമാക്കി എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. ഞാൻ എന്തായാലും മാറുകയില്ല എന്ന് പറയും. ഇതെല്ലാം കേൾക്കുന്ന ഗോവിന്ദിന് ദേഷ്യവും സങ്കടമൊക്കെ വന്നിട്ട് പറയും, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കാര്യം ചെയ്യുക, എന്നെ അങ്ങ് രണ്ടായിട്ട് വലിച്ച് കീറുമെന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രിയയ്ക്കും രഞ്ജുവിനും ചെറുതായിട്ട് വിഷമം വരുന്നുണ്ട്. രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഈ എല്ലാത്തിൻ്റെയും സൗകര്യങ്ങൾ കൂടിപ്പോയി എല്ലാം കിട്ടിക്കഴിയുമ്പോഴേക്കും ആൾക്കാർ തർക്കിക്കുന്നത്, ആൾക്കാരുടെ സ്വബോധം നശിക്കുന്നതെന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയാം, ക്യാൻസർ വാർഡ് വരെ പോയെന്ന് നോക്കിക്കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നങ്ങൾ ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളൂ എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദ് അങ്ങ് കയറിപ്പോവും. പക്ഷേ എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയും, ഞാൻ അനവസരത്തിൽ പിച്ചുമ്പയും വിളിച്ച് പറഞ്ഞൊന്നുമല്ല, ഇതുപോലെ എല്ലാം കീഴടക്കണം സ്വന്തമാക്കണം എന്നും പറഞ്ഞ് നടന്ന ഒരാളുണ്ടായിരുന്നു, വെട്ടിപ്പിടിക്കാൻ വേണ്ടി നടന്ന ഒരാൾ ഇപ്പം ക്യാൻസർ വാർഡിൽ നിന്ന് സർജറി കഴിഞ്ഞ് ഇറങ്ങുന്നത് കണ്ടിട്ടാണ് ഞാനിങ്ങ് വന്നത്. ആ ഒരു അവസരത്തിൻ്റെ അവിടെ വന്ന് നിൽക്കാതെ മര്യാദയ്ക്ക് പരസ്പരം സ്നേഹിച്ചൊക്കെ ജീവിക്കാൻ നോക്കുമെന്ന് പറയുന്നു കേട്ടോ. എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ കയറിപ്പോവും. അപ്പം ഗീതു ഇങ്ങനെ നിന്ന് കരയുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും പറയും, എൻ്റെ അമ്മയെ പറ്റിയിട്ടാണ് പറഞ്ഞേ, അമ്മയ്ക്ക് സർജറി ആയിരുന്നു, ക്യാൻസർ ആയിരുന്നു എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന പ്രിയയ്ക്കും വിഷമമാവുകയാണ് കേട്ടോ. ഗീതുവിനെ രേഖ എന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ
പ്രിയ പയ്യെ രാധികാമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, അമ്മയ്ക്ക് 24 മണിക്കൂർ ഡോക്ടറിൻ്റെ ഒബ്സർവേഷൻ വേണമെന്നാണ് പറയുന്നതെന്ന് പറയുമ്പം രാധികാമ്മ ചോദിക്കും, എനിക്കതിനിപ്പോൾ എന്നെ കുഴപ്പമൊന്നും ചോദിക്കും. പറയും അതല്ല, ഇപ്പോൾ കല്യാണം കഴിയുമ്പോൾ എൻ്റെ അമ്മ എന്ന് പറയുന്നത് വിനോദിൻ്റെ അമ്മയല്ലേ എന്നിങ്ങനെ ചോദിക്കും. അതൊന്നും രാധികയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നിട്ട് പറയും, വിനോദ് പറയുന്നത് നമ്മളാരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാന്ന് പറയുമ്പോൾ രാധികാമ്മ പറയും, അത് ഗോവിന്ദ് ഏറ്റെടുത്ത കേസല്ലേ, അവന് അവിടെ എല്ലാം ചെയ്തു കൊടുക്കുന്നുള്ളൂ, ഇതിൽ കൂടുതൽ എന്ത് ശ്രദ്ധ എന്ന് പറയുമ്പോഴത്തേക്കും ഗീതു അങ്ങ് കയറി വരും കേട്ടോ. പുറകെ രഞ്ജുവും വരും, രേഖയുണ്ട്, കാഞ്ചനയുണ്ട്. അപ്പോഴത്തേക്കും പ്രിയ പറയും, റൂമിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ള വരവായിരിക്കും എല്ലാവരും കൂടെ. എന്നിട്ട് പറയും, ഞാൻ എന്തായാലും എൻ്റെ മുറി വിട്ടു കൊടുക്കുകയില്ല എന്ന് പറയുമ്പോഴത്തേക്കും തൊട്ട് പുറകെ കാഞ്ചന കയറി വന്നിട്ട് പറയും, ഞാൻ മുകളിലത്തെ മുറി കൊടുക്കാമെന്ന് പറഞ്ഞാൽ, പക്ഷെ മാമി അതിൻ്റെ അടുത്ത് ആവിയാന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാത്തതാന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും ഗീതു ഇങ്ങനെ രാധികനെ നോക്കും. അപ്പോൾ രാധികയ്ക്ക് മനസ്സിലായി രാധികയെ പണി ഒപ്പിച്ചെന്ന് ഗീതുവിന് മനസ്സിലാവും. അപ്പോൾ ആ വീഡിയോ അവൾ അയച്ചു കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഞാനെപ്പോഴാണ് ആവിയാന്ന് പറഞ്ഞാൽ, ഞാൻ ആ ആവിയുടെ കാര്യമല്ല പറഞ്ഞത്, ആവി ചൂടിൻ്റെ കാര്യമാണ് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും ഗീതു പറയും, ഞാനിനി ഇതിൻ്റെ അകത്ത് ഇടപെടുന്നൊന്നുമില്ല, പ്രശ്നം ഉണ്ടാക്കിയവർ തന്നെ അവസാനിപ്പിക്കട്ടെ, അല്ലാതെ ഇപ്പോൾ ഞാനെന്ത് ചെയ്യാനാ എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയും. ഇങ്ങനെ കൈകൊണ്ട് കണ്ണുകൊണ്ടൊക്കെ കാണിക്കും കേട്ടോ, ഞാനൊരു വീഡിയോ ഗോവിന്ദൻ അയച്ചു കൊടുക്കട്ടെ എന്ന്. അപ്പോഴേക്കും ഇത് കേൾക്കുമ്പോൾ രാധികാമ്മ ഞെട്ടുവാണ് കേട്ടോ. അപ്പോൾ രാധികാമ്മ ഞെട്ടി നിൽക്കുന്ന സമയത്ത് ഗോവിന്ദൻ വന്നിട്ട് ചോദിക്കും, ഇതുവരെ പ്രശ്നം തീർന്നില്ലേ എന്ന് പറയും, അല്ല മുറിയിൽ ആവി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഈ നമ്മുടെ രഞ്ജുവിന് അവിടെ കിടക്കാൻ പേടിയാന്ന് പറയും. അതൊരു ഗീത ഇങ്ങനെ കണ്ണടച്ച് കാണിക്കും, അതങ്ങ് സമ്മതിച്ചേക്കെന്ന് പറഞ്ഞു. അപ്പോൾ രഞ്ജുവും പറയും, നേരെ ആ മുറി കിടന്നാൽ ഞാൻ ചത്ത പോകുന്നു രാവിലെ, ടെൻഷനും പേടിയും കാരണമൊന്നും കേട്ടോ. അവർ രണ്ടും ഒരുമിച്ച് പിന്നെ സെറ്റായിട്ട് നിന്നങ്ങ് കളിക്കും, എന്തായാലും ഇങ്ങോട്ട് പണിതാന്ന് മനസ്സിലാവുമ്പോൾ. അത് കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദ് ഇങ്ങനെ ചോദിക്കും, അമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ആ ആവിയുടെ കാര്യം അല്ലാണ്ട് പറഞ്ഞ ചൂടിൻ്റെ കാര്യം, എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്യട്ടെ, രഞ്ജു എൻ്റെ മുറിയിൽ കിടക്കട്ടെ, ഞാൻ രഞ്ജുവിൻ്റെ മുറിയിൽ കിടന്നാൽ മതിയല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ഗീതവും ഗോവിന്ദും പറയും, ഞങ്ങൾക്ക് മാറി കിടക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ രേഖയും പറയും, വരുണേനോട് ചോദിച്ചിട്ട് എനിക്കാണെങ്കിലും മാറി കിടക്കാൻ കുഴപ്പമൊന്നുമില്ല അമ്മേ, ഞങ്ങൾ വേണമെങ്കിൽ മാറിക്കോളാം എന്ന് പറയുമ്പോഴേക്കും ഗീതു ഇനിയിപ്പം ഇങ്ങനെയൊക്കെ ഇവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോ ഗോവിന്ദന് അയച്ചു കൊടുത്താലോ കാണിച്ചാലോ എന്ന് ഓർത്ത് പേടിച്ചിട്ട് അധികം പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, രഞ്ജു ഈ വീട്ടിലെ അതിഥിയാണ്, എല്ലാവരും രഞ്ജുവിനോട് അതുപോലെ തന്നെ പെരുമാറണം, അപ്പം രഞ്ജു എൻ്റെ മുറി കിടന്നോട്ടെ എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന പ്രിയ ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ്, ഈ അമ്മ എന്താണ് ഈ ഓരോ സമയത്ത് ഓരോ കാര്യവും പറയുന്നത്. ആ സമയത്ത് നമ്മുടെ കാഞ്ചന രേഖയോട് പറയുന്നുണ്ട്, രാധിക മാമിയുടെ പേര് മാറ്റിയിട്ട് ഓന്തുമാമി എന്നാക്കണം എന്ന് പറയുക കേട്ടോ. ആ സമയത്ത് ഗീതു രാധികാമ്മയുടെ അടുത്ത് നിന്നിട്ട് പറയുകയാണ്, ഈ വീട്ടിൽ ഇതുപോലെ എന്നും മുമ്പോട്ട് പോകാൻ ഒരേ ഒരു കാരണമുള്ളൂ, കാരണം അത് രാധികാമ്മയാണ്, രാധികാമ്മയുടെ ഈ എല്ലാവരെയും ചേർത്ത് പിടിച്ച് നിർത്താനുള്ള ഈ കഴിവും ഇതുകൊണ്ടൊക്കെ ഈ വീടിങ്ങനെ മുമ്പോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ രാധിക തന്നെ അത്ഭുതപ്പെട്ട് പോകണം കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുവാണ്. ചാനൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.